അധിക തീരുവ ചുമത്തിയതിൽ അമേരിക്കയ്ക്കെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ചില മുതലാളിമാർക്ക് അസൂയയെന്നും ഇന്ത്യയുടെ വളർച്ച അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ പേരെടുത്ത് പറയാതെയാണ് വിമർശനം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാനാണ് ശ്രമം. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ചയെ തടയാനാവില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. कुछ लोग हैं जो भारत का विकास जितनी तेजी के साथ हो रहा है उन्हें रास नहीं आ रहा है, उन्हें अच्छा नहीं लग रहा है. सबके बास तो हम हैं. भारत कैसे इतनी तेजी के साथ बढ़ रहा है और बहुतों के द्वारा यह कोशिश की जा रही है कुछ ऐसा किया जाए ताकि भारत में भारतवासियों के हाथों से जो चीजें तैयार होती हैं वह दुनिया के देशों में जाएं तो उन देशों में बनने वाली चीजों से वह महंगी हो जाएं, ताकि भारत की धरती पर भारतवासियों के हाथों से बनी हुई चीजें जब महंगी हो जाएंगी तो दुनिया के दोस्त को लोग उसे नहीं खरीदेंगे. यह कोशिश की जा रही है. लेकिन बहनों भाइयों, भारत जितनी तेजी के साथ आगे बढ़ रहा है, मैं पूरे विश्वास के साथ कहता हूं कि भारत को अब दुनिया की कोई ताकत विश्व की एक बड़ी शक्ति बनने से रोक नहीं सकती है. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, ഈ മുതലാളി എന്ന് രാജ്നാഥ് സിംഗ് ഉദ്ദേശിച്ചത് ട്രംപിനെ തന്നെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പേരെടുത്ത് പറയാതെയും പരോക്ഷമായ വിമർശനങ്ങൾ മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യം ഇപ്പുറത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ അമേരിക്കക്കെതിരെ എന്ത് നിലപാട് രാജ്യം കൈക്കൊള്ളാൻ പോകുന്നു എന്നതിൻ്റെ ഏത് നിലക്കുള്ള സൂചനയാണ് രാജ്നാഥ് സിംഗിന്റെ പ്രസംഗത്തിലുള്ളത്? സജു, സൈഫുദ്ദീൻ, അമേരിക്കയ്ക്കെതിരെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നൊരു വലിയ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് അമേരിക്കയെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പേരെടുത്ത് വിമർശിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബിജെപിയുടെയൊക്കെയും പ്രവർത്തകരടക്കമുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ വിമർശനം ഉയർത്താത്തതും ബിജെപിയുടെ നേതാക്കളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രവർത്തക അല്ലെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരം ഒരു തീരുമാനത്തിന്മേൽ വലിയൊരു വിമർശനം ഉയർത്താത്തതിന്റെ പ്രധാന കാരണം അതുതന്നെയാണ്. ബിജെപിക്ക് അത്തരമൊരു നിലപാട്, അതായത് ട്രംപിനെതിരെ ഉള്ള ഒരു നിലപാട് ഇന്ത്യ സ്വീകരിക്കണം എന്നുള്ളതിൽ ആർക്കും അത്ര ഒരു യോജിപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിലപാടിലേക്ക് ഇന്ത്യ വായിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മധ്യപ്രദേശിൽ നടത്തിയിരിക്കുന്നത്. രാജ്യം സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ചില മുതലാളിമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആ ഒരു വളർച്ചയിലേക്ക് ഇന്ത്യ എത്തിയത് ഇന്ത്യയുടെ കഠിന പ്രയത്നം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. അവർക്ക് മുൻപിൽ ഇന്ത്യ കീഴ്പ്പെടുന്നില്ല അല്ലെങ്കിൽ കീഴ്പ്പെടില്ല എന്നൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ അമേരിക്ക നടത്തിയ ഇത്തരത്തിലുള്ള ഈ ഇന്ത്യയുടെ സാധനങ്ങൾക്ക് മേൽ ചുമത്തിയ തീരുവ, അധിക തീരുവ എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ അത് എന്തായാലും അമേരിക്കയെ പറ്റിയാണ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരെടുത്തുള്ള വിമർശനം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ തീരുമാനം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ റഷ്യയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് മാറിയത് നമുക്കറിയാം. എന്തായാലും ഇന്നിപ്പോൾ ഈ പ്രസംഗ മധ്യേ തന്നെ രാജ്നാഥ് സിംഗ് റഷ്യയെ പുകഴ്ത്തുന്ന ചില വാക്കുകളും അല്ലെങ്കിൽ പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. റഷ്യയുടെ S-400 അത് ഉപയോഗിച്ചാണ് പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ വലിയ വിജയം കൊയ്തത്. അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ടുള്ള വലിയ അഭേദ്യമായ ബന്ധം ഇന്ത്യക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കയുടെ അധിക തീരുവ നയത്തിൽ, പ്രത്യേകിച്ച് ട്രംപിന്റെ അധിക തീരുവ എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിന്മേൽ ഇപ്പോൾ വേഗത്തിലൊരു നടപടി വേണ്ട എന്നുള്ള തീരുമാനമാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു തീരുമാനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. എന്തായാലും അതിന്മേലൊരു കൃത്യമായിട്ടുള്ള നിയമ നടപടി, അതായത് നിയമ നടപടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചർച്ചകളിലൂടെ, നയതന്ത്ര തരത്തിലുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ.